ഇനി മാന്യമഹാജനങ്ങളെ, മൈക്കും വോട്ടും തമ്മിൽ മുറിച്ചു മാറ്റാനാകാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പുകളാണ് ശബ്ദവും വെളിച്ചവും നൽകുന്നവരുടെ ശരിക്കുള്ള ഉത്സവവും പെരുന്നാളും ഒക്കെ. തെരഞ്ഞെടുപ്പ് കാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് 70 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പറവൂർ സ്വദേശിയായ ഹാജി എം കൊച്ച്. ശബ്ദവും വെളിച്ചവും. അതെ, നമ്മുടെ ജീവിതം ദുരിതപരമായിക്കൊണ്ടിരിക്കുന്ന ദുരിതനിർമ്മാറ്റം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്ഥാനാർത്ഥി പര്യടനം, കൺവെൻഷൻ, അങ്ങനെ എല്ലായിടത്തും സൗണ്ട് സിസ്റ്റം ഒരു പ്രധാന ഐറ്റമാണ്. എന്നാൽ ഈ കാണുന്ന അത്യാധുനിക തരത്തിലുള്ള സൗണ്ട് സിസ്റ്റം അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത്തരം ചില സൗണ്ട് സിസ്റ്റങ്ങളെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അധ്യാപകനായിരുന്ന കൊച്ചു മാസ്റ്ററുടെ റേഡിയോയോടുള്ള കമ്പമാണ് 70 വർഷം മുന്നേ റാഫി സൗണ്ട്സ് എന്ന സ്ഥാപനം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പായാൽ ഓട്ടോറിക്ഷയിലും ജീപ്പിലുമെല്ലാം കോളാമ്പി മൈക്ക് കെട്ടി സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടന്ന ഓർമ്മകൾ. അന്ന് ഈ ട്രംപറ്റ് ഹോൺ തന്നെ ചുരുക്കമാണ്. സാധാരണ ചെറിയ ഹോണും 2 യൂണിറ്റ്, ഒരു ആംപ്ലിഫയർ, ഈ വൈൻഡ് കൊടുക്കണ ഗ്രാമഫോൺ, ഇതൊക്കെയാണ് അന്ന് ആ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറേ നാളങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രാമഫോൺ തന്നെ കറണ്ടിൽ കുത്തി വർക്ക് ചെയ്യണത് വന്നു തുടങ്ങി. ആംപ്ലിഫയർ ഒത്തിരി വലിപ്പമുള്ളതൊക്കെയായി, പവർ കൂടിയതായി. അപ്പോൾ ഈ ഹോൺ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നീളമുള്ള കോളാമ്പി, അതാണ് ട്രംപറ്റ് ഹോൺ, അത് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതും വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളമായി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട്. കാലം മാറിയപ്പോൾ അത്യാധുനിക സൗണ്ട് സംവിധാനങ്ങൾ വന്നു. ശബ്ദ സംവിധാനങ്ങളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം വന്നു. കോളാമ്പി മൈക്ക് ഉൾപ്പെടെയുള്ള പഴയ ഉപകരണങ്ങൾ വഴിമാറി. അവയെല്ലാം ഇന്ന് കൊച്ചു മാസ്റ്ററിന്റെ തട്ടിൻ പുറത്ത് ഇരിപ്പുണ്ട്. ഒരു കാലത്ത് നാടിനെ വിളിച്ചറിയിച്ച് നടന്ന ഇവരെല്ലാം ഈ തട്ടിമ്പുറത്തിപ്പോൾ പഴയ കാലത്തിൻ്റെ ഓർമ്മ പേറി അടക്കം പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ക്യാമറമാൻ റിജോയോടൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. വിജയകുമാർ, ഈ ശബ്ദവും വെളിച്ചത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാൻ മുഹമ്മദ് പറയാണ് സ്വപ്ന സൗണ്ട്സ് തിരി പതുക്കെ. ഇന്നലെ നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയും മൈക്കുമായിട്ടുള്ള ബന്ധം വിശദമായി പറഞ്ഞിരുന്നു അല്ലേ? മൈക്ക് വീണ് ഒടിഞ്ഞു. അതെ അതെ അതെ. എന്തായാലും മൈക്കിന്റെ കാര്യം വളരെ ഡീറ്റെയിൽ പറഞ്ഞു. മാത്രമല്ല മൈക്കും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അലോസര ബന്ധമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാം. പിന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി കുറച്ചധികം മൈക്ക് പ്രശ്നമുണ്ട്. പിന്നെ എം വി ഗോവിന്ദ മാഷിന്റെ ഒരു മൈക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നു ഇന്നലെ. അതിനകത്തൊരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അദ്ദേഹം പറഞ്ഞു അല്ലേ? വലിയ ടെക്നോളജി ആവശ്യമുള്ള ഒരു സാധനമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.